ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു വിശ്വാസംസകൾ നേർന്നുകൊണ്ട് പള്ളിച്ചട്ടമ്പി പറഞ്ഞ സിനിമ നിങ്ങൾ കാണണോ വേണ്ടോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിയേറ്റർ പോണോ, OTT പോണോ, അതോ പോകണമോ എന്ന് വരെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാൻ ഇതിലൊരു സ്പോയിലർ ഒന്നും പറയുന്നില്ല. സിനിമയുടെ മേക്കിംഗ്, എങ്ങനെയാണ് സിനിമ, എന്തുകൊണ്ട് ഈ സിനിമ കാണണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ്, ഈ സിനിമയിലെ ഡയറക്ടർ ഡിജോ ജോസ്, ജനഗണമന ക്യൂൻ. ഇത് മതി ഈ സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ നൽകാൻ. ഇതുപോലത്തെ ഒരു ഡയറക്ടറാണുള്ളത്. പക്ഷേ ഇപ്പുറത്ത് ആരല്ലത്? സുരേഷ് ബാബു. പുള്ളി ആരാ? പുള്ളിയുടെ ലാസ്റ്റ് പടങ്ങൾ ഏതൊക്കെയാ അറിയോ? അറിയണം. ചിക്കാർ, ദാദാ സാഹിബ്, നമ്മുടെ തിരുവമ്പാടി തമ്പാൻ. ഈ 3 പടവും തിയേറ്ററിൽ നിന്ന് വാണപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിയ പടങ്ങളാണ്. പുള്ളിയുടെ എല്ലാ പടങ്ങളും 8 നിലയിൽ പൊട്ടിയിട്ട് ആ റൈറ്ററിനെ വെച്ചിട്ട് ഡിജോ സിനിമ എടുക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം സിനിമയുടെ നിലവാരം എന്തെന്ന്. വളരെ പ്രഡിക്റ്റബിൾ ആണ്. വളരെ പഴയ പരിപാടികളാണ് സിനിമ. നമുക്കെല്ലാം ഊഹിക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇതിലെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ്. പുള്ളി ക്യാഷ് വാങ്ങി ഒരു BGM അങ്ങോട്ട് ഇട്ടു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പുള്ളി ഈ പടത്തിൽ ഒരു പണി എടുത്തില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പോരാ. ഒറ്റ പാട്ട് അത് കേട്ട് കേട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നല്ലാണ്ട് വേറെ ഒരു പരിപാടി ഈ പടത്തിലില്ല. ആൻഡ് രണ്ടാമത്തെ ഒരു ടൊവിനോ തോമസ് ഈ പടത്തിന് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിന്റെ മാനേഴ്സ് എല്ലാം മാറ്റി ഒരു പുതിയൊരു ടൊവിനോ തോമസിനെ നമുക്ക് കാണാം. എന്നിരുന്നാലും സിനിമയിലെ റൈറ്റർ ആരാ? സുരേഷ് ബാബു. യു മസ്റ്റ് നോ ദാറ്റ്. ആൻഡ് നമുക്ക് ഇതിലെ ക്യാമിയോനെ കുറിച്ച് സംസാരിക്കാം. ക്യാമിയോ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഈ ക്യാമിയോ അടിപൊളി ക്യാമിയോ ആണ്. പക്ഷെങ്കിൽ നമുക്ക് തല്ലേണ്ടത് ആരെയാ? ഡയറക്ടർ ആൻഡ് റൈറ്റർ ഉപയോഗിച്ചില്ല, മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ സിനിമ കഴിയും. ആകെ എനിക്ക് ആ പ്രതീക്ഷ ഉണ്ടായ ആ ഒരു ക്യാമിയും ടൊവിനോ തോമസുള്ള തല്ല് കാണാൻ. അതില്ല മാൻ, വീട്ടിലേക്ക് ഇണിച്ചു വെക്കോ. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സിനിമയിൽ ഒരു ഫൈറ്റ് സീൻസ് അല്ല, എല്ലാ ഫൈറ്റ് സീൻസും നല്ല പൊട്ട ഫൈറ്റ് സീൻസ്, പണ്ടത്തെ ഫൈറ്റ് സീൻസ്, കണ്ടിരിക്കാൻ പറ്റാത്ത ഫൈറ്റ് സീൻസ്. ബട്ട് ഈ സിനിമയിൽ ലാസ്റ്റ് ടൊവിനോ തോമസും ഒരു പോലീസുകാരനും തമ്മിൽ ഒരു 2 മിനിറ്റ് ഫൈറ്റ് ഉണ്ട്. അത് മതി, അത് പൊളി, അത് സമാധാനം, അതെങ്കിലും ഉണ്ടല്ലോ. ആൻഡ് സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും ആർക്ക്? ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ജനറേഷൻ ആൾക്കാർക്ക് ഈ സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ന്യൂ ജനറേഷൻ പിള്ളേർ, പൊന്നു മക്കളെ, നിങ്ങൾ വായും മോഹിനാട്ടവും കണ്ട് ഈ സിനിമയ്ക്ക് കയറിയാൽ കാർക്കിച്ച് തുപ്പും എന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുപോലത്തെ നല്ല ടിക്കറ്റ് കിട്ടാത്ത പടങ്ങൾ ഓടുന്നതിനിടയിൽ കൂടെ പള്ളിച്ചട്ടം ഇറങ്ങിയാൽ ഈ ഷിക്കാറും മറ്റേ ദാദാ സാഹിബിനൊക്കെ പോലെ 8 നിലയിൽ പടം പൊട്ടും. സോ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ മൂവി റിലേറ്റഡ് വീഡിയോസ്, റിവ്യൂസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.